നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് പ്രവർത്തിക്കുന്നത് 900 ടെലിവിഷൻ ചാനലുകളാണെന്നും ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങളുടെ നേതാക്കൾ അത്ഭുതത്തോടെയാണ് ഇതിനെ കാണുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചാനലുകൾ തന്നോട് എന്താണ് ചെയ്യുന്നത് എന്നത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹിന്ദി വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. 900 ചാനലുകൾ രാവും പകലും എന്നോട് എന്തു ചെയ്യുന്നു എന്നതല്ല കാര്യം. രാജ്യത്ത് 900 ചാനലുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നതാണ് രാജ്യത്തിന്റെ ശക്തി, പ്രധാനമന്ത്രി പറഞ്ഞു. 400-ന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ആദ്യം പറഞ്ഞത് താനല്ലെന്നും സഭയിൽ നിന്ന് തന്നെ ഉയർന്ന മുദ്രാവാക്യമാണിതെന്നും NDAക്ക് 400-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യാനന്തര കാലം മുതലുള്ള യാത്ര നമുക്ക് പരിശോധിക്കാം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പഠിച്ചു മനസ്സിലാക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ രാഷ്ട്രീയോത്സവമാണ് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്നത് 10-60 കൊല്ലത്തോളം ഏകാംഗ കമ്മീഷനായിരുന്നു. അവരായിരുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിയന്ത്രിച്ചത്. എന്നാൽ ആ കാലാവധി കഴിഞ്ഞ ശേഷം പലരും ഗവർണർമാരായി, ചിലർ MP-മാരായി. ഒരു ഇലക്ഷൻ കമ്മീഷണർ പിന്നീട് LK അദ്വാനിക്കെതിരെ മത്സരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരെ ട്വീറ്റുകൾ ഇടുന്ന തിരക്കിലാണ്. ഇതിന്റെ അർത്ഥം ഇപ്പോഴത്തെ കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഏതുതരം കള്ളത്തരങ്ങളും പ്രചരിക്കപ്പെടും എന്നതിന്റെ ഉദാഹരണമാണിത്. ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തിയതിന്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ആരാണ് ഭരണഘടന ആദ്യം പൊളിച്ചെഴുത്ത് നടത്തിയത്? അത് പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നെഹ്റുവിന്റെ ഭരണഘടനാ ഭേദഗതി. പിന്നീട് അദ്ദേഹത്തിന്റെ മകൾ പ്രധാനമന്ത്രിയായി. മകൾ എന്താണ് ചെയ്തത്? പാർലമെന്റിലേക്കുള്ള വിജയം കോടതി തടഞ്ഞു. രാജ്യത്താകെ സമരം അവർക്കെതിരെ ഉണ്ടായി. അപ്പോൾ അവർ രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കി. പൗരാവകാശങ്ങൾ തകർത്തു. ഭരണഘടന തിരുത്തി. പിന്നീട് അവരുടെ മകൻ പ്രധാനമന്ത്രിയായി. ഷബാനു കേസിൽ കോടതി വിധി മറികടക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്തു. ഇന്ദിരാഗാന്ധിക്ക് പുറമെ രാജീവ് ഗാന്ധിയും മാധ്യമങ്ങൾ നിയന്ത്രണ നിയമങ്ങൾ കൊണ്ടുവന്നു. ഒടുവിൽ രാജീവിന്റെ മകനും രാജ്യത്തിന്റെ അധികാരത്തിലെത്തി. റിമോട്ട് കൺട്രോളിലായിരുന്നു ഭരണം എന്നു മാത്രം. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അദ്ദേഹവും ഭരിച്ചു. ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തെ പരസ്യമായി കീറിയെറിഞ്ഞ നേതാവാണ് രാഹുൽ ഗാന്ധി. ഒരു കുടുംബത്തിലെ 4 തലമുറ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ തകർത്തവരാണ്. എന്നിട്ട് അവരിപ്പോൾ പറയുകയാണ് BJP 400-ന് മുകളിൽ സീറ്റ് നേടിയാൽ ഭരണഘടന പൊളിച്ചെഴുതുമെന്ന്. ഒരു കാര്യം ഓർത്തോളൂ, നരേന്ദ്രമോദി ജീവനോടെ തന്നെയുണ്ട് ഇപ്പോഴും എന്ന് മറക്കണ്ട. ഭരണഘടനയിൽ മാറ്റം വരുത്തി മതാടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെങ്കിൽ ജീവൻ നൽകിയും അതിനെ എതിർത്ത് തോൽപ്പിക്കും. ഒരിക്കൽ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട നാടാണിത്, മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.